ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടിയ ഹോണ്ട അമേസ് വി എക്സ് ഓപ്ഷൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വി എക്സ് ഓപ്ഷൻ അതായത് മിഡ് വേരിയൻ്റ് ആണ്. ഹോണ്ട അമേസിൻ്റെ മിഡ് വേരിയൻറ്റ് വണ്ടിയാണ് വി എക്സിൻ്റെ CVT ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളെല്ലാം അറിയാലോ. ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ്. ഫേസ് ലിഫ്റ്റ് അതായത് മുഖച്ഛായ മാത്രമല്ല, കുറേ അധികം ഫ്യൂച്ചേഴ്സ് ഈ വണ്ടിക്കകത്ത് ലോഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ അമേസ് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ഫീച്ചേഴ്സ് തന്നെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ തൊട്ട് മുമ്പത്തെ അമേസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്ന ഈ ഫ്രണ്ട് ഗ്രില്ലും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും ആണ്. ഫ്രണ്ട് ഗ്രില്ല് ഏകദേശം നമ്മുടെ എലവേറ്റിന്റെ രൂപം, പക്ഷേ ഡിസൈൻ എലമെന്റ് വ്യത്യാസമുണ്ട്. നടുക്ക് സെൻട്രലായിട്ട് നമ്മുടെ ഹോണ്ടയുടെ നല്ലൊരു ലോഗോ ബാജ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊന്നുമില്ല, എയർ ഡാം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ക്രോം എലമെന്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അത് നല്ല വണ്ടിയുടെ ലുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ വരുവാണെങ്കിൽ LED ഹെഡ് ലാംപ്സ് അവൈലബിൾ ആണ്. ബേസ് മോഡൽ തൊട്ടേ നമുക്ക് ഈ വണ്ടിക്കകത്ത് ഹെഡ്ലൈറ്റ് LED അവൈലബിൾ ആണ്, DRLും അവൈലബിൾ ആണ്. തൊട്ട് മുമ്പത്തെ അമേസിനകത്ത് ഈ രണ്ട് കാര്യങ്ങളും ടോപ്പ് എൻഡ് മാത്രമേ വരുന്നുള്ളായിരുന്നു. അതായത് DRLും LED ഹെഡ്ലൈറ്റും ടോപ്പ് എൻഡ് മാത്രമേ വരുന്നുള്ളായിരുന്നു. ബട്ട് ഇതിനകത്ത് ബേസ് മോഡൽ തൊട്ടേ അതായത് LED ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ DRLസും അവൈലബിൾ ആണ്. ഫോഗ് ലാമ്പും VX എന്ന മിഡ് വേരിയന്റിനകത്ത് അവൈലബിൾ ആണ്. LED ഫോഗ് ലാംപ്സ് ആണ് വരുന്നത്. പിന്നെ ഹുഡിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം വലുപ്പം മാത്രം, വലുതായിട്ട് വലിച്ചു നീട്ടിയിട്ടില്ല. എങ്കിലും ആ സെഡാന്റെ ലുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഹുഡിന്റെ പ്ലേസ്മെന്റ് ആണ് ഹോണ്ട അമേസിനകത്ത് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. തൊട്ട് മേലോട്ട് വരുവാണെങ്കിൽ ഗ്ലാസ് ഏരിയയും അത്യാവശ്യം നല്ല വലുപ്പത്തോടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം പ്ലെയിൻ ആണ്. സെഡാൻ സെഗ്മെന്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ റൂഫ് റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഷാർക്ക് ഫിൻ ആന്റിന ഇൻബിൽട്ട് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഫെൻഡറും കാര്യങ്ങളെല്ലാം പ്ലെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടയർ നല്ലൊരു അലോയ് വീല് അവൈലബിൾ ആണ്. ടോപ്പനിലേക്ക് വരുമ്പം ഈ അലോയ് വീല് മാറി ഡയമണ്ട് കട്ട് അലോയ് വീൽ നമുക്ക് അവൈലബിൾ ആണ് ടോപ്പനിൽ. ഇതിൽ നമ്മൾ ഈ കാണുന്ന ഈ സെയിം അലോയ് വീലാണ് VX എന്ന പേരിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ടയർ സൈസ് വരുന്ന 15 ഇഞ്ച് ടയറാണ് നമ്മുടെ ഹോണ്ട അമേസിനകത്ത് ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മിററിലേക്ക് വരുവാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും അതുപോലെ ഫോൾഡബിളും ആയിട്ടുള്ള മിറർ തന്നെയാണ്. LED ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിലേക്ക് വരുവാണെങ്കിലും VX എന്ന വേരിയന്റിനകത്ത് നമുക്ക് റിക്കറ്റ് സെൻസറും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അതായത് സ്മാർട്ട് കീ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സൈഡിലേക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലും കാര്യങ്ങളെല്ലാം ബോഡി കളർ തന്നെയാണ് വരുന്നത്. റിയർ ടയറിലേക്ക് വരുവാണെങ്കിലും 15 ഇഞ്ച് സെയിം അലോയി ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് ഹോണ്ട അമേസിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ റൈറ്റ് സൈഡ് കണ്ടതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും വലിയ വ്യത്യാസങ്ങളില്ല. എങ്കിലും പറയത്തേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഈ ഒരു ലൈൻ ചേഞ്ച് ക്യാമറയാണ്. ഈ ക്യാമറയുടെ ഉപയോഗം ഞാൻ അകത്ത് വരുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഹോണ്ട എലിവേറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സെയിം ഫീച്ചർ തന്നെയാണിത്. ഇതും ഈ അമേസിനകത്തൊരു ഹൈലൈറ്റ് ആണ്. അതായത് തൊട്ട് മുമ്പത്തെ അമേസിലൊന്നും ഈ ക്യാമറ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ ഡോറിലും നമുക്ക് റിക്വസ്റ്റ് സെൻസർ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ഫ്യൂൽ ലിഡ് ഓപ്പണിങ്ങും വരുന്നുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡ് വെച്ച് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആകെ വരുന്ന മാറ്റങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇനി നമുക്ക് റിയർ സൈഡിലേക്ക് വരുവാണെങ്കിൽ VX എന്ന വേരിയന്റ് തന്നെ നമുക്ക് ഗ്ലാസ്സിൽ ഡീഫോഗർ അവൈലബിൾ ആണ്. ഷാർഫിനോ ആൻറ്റിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡിക്കി സ്പേസിലേക്ക് വരുവാണെങ്കിൽ എവിടേക്കോ നമ്മുടെ ഹോണ്ട സിറ്റിയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു LED ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അമേസിന് ഒരു ബാഡ്ജിങ് ക്രോം എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ഹോണ്ടയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്പർ പ്ലേറ്റിന്റെ ഫിക്സിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. IV ടെക് എഞ്ചിനെ വിശേഷിപ്പിക്കുന്ന IV ടെക് എന്ന ബാഡ്ജിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറയും സെൻസറും വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ റിയർ സൈഡിലെ വിശേഷങ്ങൾ. അപ്പോൾ ഹോണ്ട അമേസിന്റെ VX എന്നുള്ള ഓപ്ഷന്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടല്ലോ. ഇതിനകത്ത് മെയിനായിട്ട് ചേഞ്ച് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞതുപോലെ തന്നെ ഗ്രില്ല്, അതുപോലെ തന്നെ നല്ല LED ഹെഡ് ലാമ്പ്, പിന്നെ അതുപോലെ ബാക്കിലും വ്യത്യാസമുണ്ട്. നമ്മുടെ ഹോണ്ട സിറ്റിയുടെ ലുക്ക് ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡ് എനിക്ക് ഏകദേശം എലവേറ്റിന്റെ ഒരു ഡിസൈൻ എലമെന്റ് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ട് തൊട്ടപ്പുറത്തിപ്പോൾ നമ്മുടെ എലവേറ്റ് വൈറ്റ് കളർ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ആ സെയിം ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ഡിസൈൻ ഫ്രണ്ടിൽ എനിക്ക് ഫീൽ ചെയ്തു. ബാക്ക് സൈഡിൽ സിറ്റിയുടെയും പിന്നെ തൊട്ട് മുമ്പത്തെ അമേസ് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്നു. എക്സ്റ്റീരിയർ വെച്ച് പറയുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബേസ് മോഡലോട്ടെ LED ഹെഡ് ലാമ്പ്, DRL, അതുപോലെ ലൈൻ ചേഞ്ചിങ് ക്യാമറ, അങ്ങനെ കുറച്ച് അനേകം സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ ഈ ഹോണ്ട അമേസ് VX എന്ന ഓപ്ഷനകത്ത് മീൻസ് തേർഡ് ജെൻ അമേസിനകത്ത് വരുന്നുണ്ട്. ഇനി
എക്സ്റ്റീരിയർ കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. ജസ്റ്റ് നമുക്ക് ഇന്റീരിയറിൽ പോകാം. അതിന് മുമ്പ് ഇതിന്റെ പ്രൈസ് ഞാൻ ഒന്ന് പറയാം. 10,22,900 രൂപയാണ് ഈ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡ് പ്രൈസ് നമുക്ക് വീഡിയോയിൽ ഉടനെ തന്നെ പറയാം. എക്സ്ഷോറൂം പ്രൈസ് ആണ് പറഞ്ഞത് 10,22,900 CVT ഓട്ടോമാറ്റിക് അമേസ് VX ഓപ്ഷന്റെ പ്രൈസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡോറിൽ തന്നെ തുടങ്ങാം. 2 കളറെല്ലാം കൊടുത്ത് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ സിൽവർ കളറോട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിററിന്റെ കൺട്രോൾസ്. ഓട്ടോ ഫോൾഡിങ്ങും അതുപോലെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇത് ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺ, വിൻഡോ കട്ട് ഓഫ് സ്വിച്ച് ബട്ടൺ, 4 പവർ വിൻഡോ അവൈലബിൾ ആണ്. അതിൽ ഡ്രൈവിംഗ് സൈഡ് ഓട്ടോ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറും അതുകൊണ്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെ സ്പീക്കർ ഗ്രില്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്യൂറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഡോറിന്റെ കാര്യം വരുവാണെങ്കിൽ. അപ്പോൾ ഇനി ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹോണ്ട അമേസ് VX ഓപ്ഷന്റെ ഇന്റീരിയർ ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നത്. 2 കളറൊക്കെ കൊടുത്ത് അത്യാവശ്യം പ്രീമിയം രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലെയിൻ ആണ്. ടോപ്പിലേക്ക് വരുമ്പോൾ ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. ഹോണും കാര്യങ്ങളെല്ലാം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹോണ്ടയുടെ ലോഗോ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ നമ്മുടെ റൗണ്ട് ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ് ബോത്ത് സൈഡിലും. ഹെഡ്ലൈറ്റിന്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓട്ടോ ഹെഡ് ലാമ്പ് ഈ വണ്ടിക്കകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വൈപ്പേഴ്സിന്റെ കൺട്രോൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റിയറിംഗിലേക്ക് എഗെയിൻ ഒരു കാര്യം കൂടെ പറയാനാണെങ്കിൽ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അതാണ്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ടെലസ്കോപ്പിക് അവൈലബിൾ അല്ല. അത് ടോപ്പിന്റെ പേരിനകത്ത് വരുള്ളൂ. പിന്നെ നമുക്ക് ടച്ച് സ്ക്രീനിലേക്ക് വരുവാണെങ്കിൽ ജസ്റ്റ് വണ്ടി ഒന്ന് ഓൺ ആക്കി കാണിക്കാം. നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒക്കെ ഇവിടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ടായി. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടില്ല, ഫുള്ള് ലുക്ക് അടിപൊളി. നമ്മൾ അല്ലാതെ ഇപ്പോൾ ഓൺ ആയി കണ്ടിട്ട് കാണുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് അനലോഗ് ആണെന്ന്. ഫുള്ള് ഡിജിറ്റൽ ആണ് വണ്ടി. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നത്. ബ്ലൂടൂത്ത്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല നമ്മുടെ ഹോണ്ട എലിവേറ്ററിലേക്ക് കാണിച്ചു നടക്കുന്ന അത്യാവശ്യം നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമറ തന്നെയാണ് ഹോണ്ട അമേസിനകത്തും വരുന്നത്. 3 ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിന്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പ്രസ് തന്നെ നമുക്ക് ഫുൾ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അത്യാവശ്യം ഫംഗ്ഷനബിൾ ആയിട്ടുള്ള കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. AC വെന്റ്സിനും കാര്യങ്ങളെല്ലാം ഇവിടെ നല്ല ഡിസൈൻ എലമെന്റോടെ തന്നെ ഓടിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറയ്ക്കാമെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്പീഡോമീറ്ററിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിന്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം വിഷ്വലി ക്ലാരിറ്റി കാണുമെന്ന് എനിക്കറിയാൻ വയ്യ. കണ്ടോ, അത് നമ്മൾ റെസ് ചെയ്ത് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് അത്രത്തോളം ഇത് കുറയുവാണ്. ഓഫ് ആക്കാനും സാധിക്കും. അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം ഡ്രൈവിംഗ് പാറ്റേൺ പലർക്കും പല രീതിയായിരിക്കും. ഈ മുഖത്തോട്ട് വെട്ടടിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വേണമെങ്കിൽ അത്രത്തോളം ബ്രൈറ്റ്നസ് കുറച്ചിട്ട് ഉപയോഗിക്കാം. പിന്നെ ഓട്ടോമാറ്റിക് AC നമ്മുടെ VX വേരിയന്റിനകത്ത് അവൈലബിൾ ആണ്. ഇവിടെയാണ് ഹസാർഡിന്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്നത്. ACയുടെ കൺട്രോൾസ് ഇവിടെ. പിന്നെ ഇവിടെ ഒരു ചാർജിങ് ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. വയർലെസ് ചാർജേഴ്സ് അവൈലബിൾ ആണ്. 2 സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ വയർലെസ് ചാർജറിന്റെ ഓൺ ഓഫ് ബട്ടൺ ആണ്. ഇവിടെ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ CVT ഗിയർ ബോക്സ് വരുന്നത്. CVT ഗിയർ ബോക്സ് ആണ്. ഓൾറെഡി CVT ഗിയർ കണക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഗിയർ ലെവറും കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിസൈൻ എലമെന്റിലാണ് വരുന്നത്. പിന്നെ ഇപ്പുറത്തെ ഡോർ വശത്തേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം പവർ വിൻഡോ സ്വിച്ച്, സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീറ്റിലേക്ക് വരുവാണെങ്കിൽ ഫാബ്രിക് സീറ്റ്സ് ആണ്. ലെതേഴ്സ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അത്യാവശ്യം തൈ സപ്പോർട്ട് ആയാലും പിന്നെ അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് എല്ലാം കൊടുത്തോണ്ട് തന്നെയാണ് നമ്മുടെ സീറ്റ്സും കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഓട്ടോ ഡിമിംഗ് അല്ല, മാനുവൽ ഡിമിംഗ് ആയിട്ടുള്ള ഒരു IRVM അവൈലബിൾ ആണ്. വൈസേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലും നമ്മുടെ മിറേഴ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. കണ്ടില്ലേ, ലൈറ്റ് ഒന്നും അവൈലബിൾ അല്ല. അതൊക്കെ ടോപ്പ് എൻഡിൽ മാത്രമേ അവൈലബിൾ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്ത്യയുടെ വിശേഷങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ നമ്മുടെ ട്രാക്ഷന്റെ സ്വിച്ച് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് കുറച്ച് പറഞ്ഞതുപോലെ തന്നെ ലൈൻ ചേഞ്ചിങ് ഇൻഡിക്കേറ്റർ മീൻസ് ഒരു ക്യാമറ അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓൺ ആക്കണമെങ്കിൽ ഈ ബട്ടൺ ഞെക്കിയാൽ മതി. ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ എലവേറ്ററിനകത്ത് കണ്ടതുപോലെ തന്നെ ആ ഭാഗത്തെ മിററിലെ ക്യാമറ ആക്റ്റീവ് ആവും. സോ ആ വിഷ്വൽസ് എല്ലാം നമുക്ക് എന്താ പറയാ ഈ ഒരു സ്ക്രീനകത്ത് കാണാൻ പറ്റും. കണ്ട
ആ സെയിം വിഷ്വൽസ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. അതും നല്ലൊരു ഫീച്ചറാണ്. എപ്പോഴും ഈ സാധനം ഓൺ ആക്കി അല്ലെങ്കിൽ നോക്കി ബുദ്ധിമുട്ടണ്ട, ജസ്റ്റ് നമ്മളെ മീറ്ററിനകത്ത് നോക്കിയാൽ എല്ലാ കൺട്രോൾസും കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി റിയർ സൈഡിലേക്ക്, വി എക്സിന്റെ റിയർ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് ഡോറിന്റെ കാര്യങ്ങൾ ഡിസൈനുകളൊക്കെ വരുന്നത്. ഇവിടെ പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സ്പീക്കർ ഗ്രില്ലും കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ നല്ലൊരു സിൽവർ കളറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. ഒരു സെഡാൻ സെഗ്മെന്റ് തരുന്ന അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. രണ്ടുപേരെ ഉള്ളെങ്കിൽ ഇതണക്ക് ഹാൻഡ് റെസ്റ്റ് ഒക്കെ നൂത്ത് വെച്ച് 2 കപ്പ് ഹോൾഡർ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു പ്രീമിയം ലുക്ക് വണ്ടിക്ക് തരുന്നുണ്ട്. റിയർ AC വെൻസ് നമ്മുടെ VX എന്ന് പറഞ്ഞ വേരിയന്റിൽ അവൈലബിൾ ആണ്. പിന്നെന്താ, ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, ഇനി അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും അത്യാവശ്യം നല്ല സ്പേഷ്യസും ആണ് നമ്മുടെ ഹോണ്ട അമേസ്. അതിപ്പം VX എന്നല്ല, അറിയാലോ, ഏത് വേരിയന്റ് ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. ഹെഡ് റൂം ആയാലും ലെഗ് റൂം ആയാലും തൈ സപ്പോർട്ട് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് പോവാം. പിന്നെ ഹെഡ് റെസ്റ്റിലേക്ക് വരുവാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നും അല്ല, നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിലേക്ക് വേറെ കാര്യങ്ങളൊന്നും കൂടുതൽ വെക്കാൻ സാധിക്കും. ഷോയ്ക്ക് വേണ്ടി ചെറിയൊരു പാവക്കുട്ടി അങ്ങനെ വെക്കാൻ നല്ലത്, വേറെ വലിയ സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇല്ല. ഇനി നമ്മുടെ ഹോണ്ട അമേസിന്റെ ബൂട്ട് സ്പേസിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല മാസീവ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 416 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് നമ്മുടെ ഹോണ്ട അമേസിനായിട്ട് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ ബാഗുകളും കാര്യങ്ങളൊക്കെ വെക്കാം. അത്യാവശ്യം നല്ല കൂടുതൽ ഇച്ചിരി എന്താ പറയുക, കുഴിയിലോട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എടുത്ത് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ടെന്നല്ലാതെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നൈറ്റ് രാത്രി സമയങ്ങളിൽ ലഗേജ് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിന്റെ വിശേഷങ്ങളൊന്ന് കാണാം. എഞ്ചിനിലേക്ക് വരുവാണെങ്കിൽ ഹോണ്ടയുടെ പ്രമുഖനായ ഐവിടെക് എഞ്ചിൻ തന്നെയാണ് ഹോണ്ട അമേസിനകത്തും വരുന്നത്. 1.2 ലിറ്റർ എഞ്ചിനാണ്. അതായത് 1199 cc, 89 bhp, 110 Nm ടോർക്ക് അറ്റ് 4800 RPM, 4 സിലിണ്ടർ എഞ്ചിനാണ്. പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ, CVT ഓട്ടോമാറ്റിക് ആണ്. 7 സ്പീഡ് ഗിയർ ബോക്സും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. മൈലേജ് കമ്പനി പറയുന്ന ഒരു 17-18 ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് റിയൽ ലൈഫിൽ ഒരു 14-15 കിട്ടും എന്നാണ് പ്രതീക്ഷ. കാരണം 1.2 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ. പിന്നെ ബാറ്ററിയും പ്ലേസ്മെന്റും കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ്. വേറെ പ്രത്യേകിച്ച് എഞ്ചിൻ ഭാഗത്തേക്ക് വിശേഷിപ്പിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഹോണ്ട അമേസിന്റെ VX ഓപ്ഷന്റെ ഓൾറൗണ്ട് എല്ലാം പറഞ്ഞു, ഇന്റീരിയറും എക്സ്റ്റീരിയറും എഞ്ചിൻ സ്പെക്കും എല്ലാം. ഇനി നമുക്ക് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് അറിയണ്ടേ? ഓൺ റോഡ് പ്രൈസ് അറിയാൻ വേണ്ടി നമ്മുടെ മുത്തൂറ്റ് ഹോണ്ടയിലെ ഷമീമ, സെയിൽസ് എക്സിക്യൂട്ടീവായ ഷമീമ ചേച്ചിയെ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ്. ചേച്ചി, ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്ര വരും? 1251 688 വരും. 1251 688 വരും. 12,51,688 രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. ആ പ്രൈസ് വെച്ച് ഈ വണ്ടി വാല്യൂ ഫോർ മണി ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങളും കൂടെ തീരുമാനിക്കാം. കാരണം വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. പിന്നെ വേറെ എന്താ പറയാ, എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളെല്ലാം കണ്ടു. ഇതിന് നിലവിൽ ഓഫേഴ്സ് വല്ലതും ഉണ്ടോ? നിലവിൽ ഓഫേഴ്സ് ഒന്നും ഇല്ല. സെയിൽസും കാര്യങ്ങളൊക്കെ സെയിൽസ് നന്നായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കൈവരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഹോണ്ടയിൽ നിന്നുള്ള അഭിപ്രായം. അത് നമുക്ക് പറയാമല്ലോ, ലുക്ക് വൈസ് ആയാലും ഫ്യൂച്ചേഴ്സ് വൈസ് ആയാലും പ്രൈസ് വൈസ് ആയാലും എല്ലാം ബെറ്റർ ഓപ്ഷൻ എന്ന രീതിയിലാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും അമേസിനെ പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ട്യൂജൻ അമേസായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇത് വർക്ക് ഫോർ മണിയാണ് വരുന്നത്. ട്യൂജൻ അമേസായിട്ട് മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 എയർ ബാഗ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട്. പിന്നെ VX-നകത്തേക്ക് വരുമ്പം ആയാലും നമുക്ക് ബേസ് തൊട്ട് അമേസിന്റെ ഈ റീജൻ അമേസിൽ വരുമ്പോഴത്തേക്ക് ബേസ് തൊട്ടേ നമുക്ക് LED ആണ് വരുന്നത്. ഹെഡ് ലാംപ്സ് എല്ലാം ഐസ് ക്യൂബ് LED ആണ് വരുന്നത്. VX-ൽ വരുമ്പോഴത്തേക്ക് നമുക്ക് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹോണ്ട അമേസ് VX CVT-യുടെ പ്രൈസും വിശേഷങ്ങളും എല്ലാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.